ಹಲೋ ಅಸ್ಸಲಾಮ್ ಅಲೈಕುಮ್. ಇಂದು ನಾನು ನಿಂಗೆ ಸ್ಪೆಷಲ್ ಐತು ಬೀಫ್ ಕೋಟಿಂಗ್ ಏನಾಕ್ರು ಚೆಂದ ಕಾಟಿ ಉಂಟುಲ್ಲ ಇದರ ರೆಸಿಪಿ ನಿಂಗೆ ಮಸ್ಟ್ ಟ್ರೈ ಹಾಕೋಣ ಅವತ್ತಲ್ಲಿ ಪೇಡ್ಚಿ ಇಕ್ಕರು ನಿಂಗೆ ಈ ರೆಸಿಪಿ ಒಂದು ಟ್ರೈ ಹಾಕಿತ್ತು ನೋಕೋರು. ಫಸ್ಟ್ ನಾನಿದು ಮಸಾಲ ಹಾಕಿ എടുക്കರೆ ಅದಕ್ಕೆ ನಾನು ಅಚ್ಚಮೊಲ ಬಿಟ್ಟರೆ ಅವರು 4 ಸ್ಪೂನ್ പിന്നെ ಒಂದು ಎಗ್ ಬೀತಿ ಕೊಡ್ತಾರೆ പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ಯಾರು ಜಿಂಜರ್ ಗಾರ್ಲಿಕ್ ಪೇಸ್ಟ್ ಇಡೋಣ ಅಪ್ಪತ್ತಲ್ಲಿ ನಲ್ಲವರು പിന്നെ ಲಿಂಬೆ ಮಧ್ಯೆ ಬಲ್ಲಿ ಇದು ಲಿಂಬೆ ತಂದಿಟ್ಟರೆ പിന്നെ മഞ്ഞളുടെ പൊടി പിന്നെ അതിൽ സോയ സോസ് പിന്നെ ചിക്കൻ ഫ്രൈ ആക്കും ഇങ്ങനെ മേയാക്കറു പിന്നെ ഉപ്പു പിന്നെ ഇത് കോൺഫ്ലോർ പിന്നെ അതിൽ പിന്നെ ನಾನು ಕಸೂರಿ ಮೇಥಿ ಇಟ್ಟು ಕೊಡ್ತಾರೆ ಇದೆಲ್ಲ നല്ല ಮಿಕ್ಸ್ ಹಾಕೋಣ ಉടನೆ ನಾನು ಕೈಲಿ ಮಿಕ್ಸ್ ಹಾಕೊಂಡಿಲ್ಲ ನಾನು ಸ್ಪೂನ್ಲು ಮಿಕ್ಸ್ ಹಾಕ್ರೆ ನಿಂಗನೆಲ್ಲ ಕೈಲೇ ಮಿಕ್ಸ್ ಹಾಕೋ ಸ್ಟಾರ್ಟ್ ಹಾಕೋರು ನಾವುಡೆ ഇങ്ങനെ ಸ್ಪೂನ್ಲು ಮಿಕ್ಸ್ ಹಾಕಿ ಹೋಗಲ್ಲ నాకు ಇಷ್ಟಲ್ಲ ನಕ್ಕ ಕೈ ಕತ್ತರ അങ്ങനെ ഈ ടൈമിലെല്ലാം ഉച്ചമ്മ ബീഫെല്ലാം ഇക്കറ് അങ്ങനെ നിങ്ങൾ ഇത് റെസിപ്പി ട്രൈ ആക്കി നോക്കൂ. എപ്പം ഉച്ചത്തെ ചിക്കൻ കറി ബീഫ് കറി ರಂಟಿ ಇದು ಖಾಲಿ ಅವರು ಬೀಫ್ ಫ್ರೈ പിന്നെ കഞ്ഞി അങ്ങനെ ആക്കിത്ത് കൂട്ടുക നല്ലವರು ഇത് നാനുടെ ഫസ്റ്റ് മസാല ആക്കിത്ത് വെച്ചു ഇനി ഇറച്ചി ಬೇಬಾಟನು അങ്ങനെ ഇപ്പം നാത്തിൽ ಮೊಲೋರು ಪಡಿವು ಇಟ್ಟರೆ ಇಲ್ಲ ರೆಡ್ ಕಲರ್ ಐತೆ ಕಾಣಿಲ್ಲ ನಿಂಗೆ ಕಲರ್ ಇಡೋണ്ടിಲ್ಲ ಅವತ್ತಲೇ ನಂಗೆ ಮೇತಿ ನಮ್ಮದು ಕಲರ್ ಇಡೋണ്ടിಲ್ಲ ಗೆಸ್ಟ್ ಎಲ್ಲ ಬಂದಾರುಂಟ ಹಿಂಗೆ ಓಕೆ അപ്പം നിങ്ങൾക്ക് ಕಲರ್ ಇಡ ಕಲರ್ പിന്നെ ചുമ്മാ ഹെൽത്ത് നല്ലല്ല അങ്ങനെ ഇടച്ചിത്തര കൽകി വെച്ചിര പാല് ഇടച്ചിന്ന് പീസ് എടുക്കണം മുല്ലെടുക്കോ തീര നിങ്ങൾ കട്ടാക്കറെന്ത് വേണ്ട കഴുകിത്ത് അങ്ങനെ മേ കുക്കർക്ക് ഇട്ടിട്ട് തെല്ല് ഉപ്പും മഞ്ഞളുടെ പൊടി ഇട്ടിട്ട് ಬೇವು വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് പേസ്റ്റ് വേണമെങ്കിൽ ഇടണം ഇട്ടിട്ടില്ല ഇങ്ങനെ മേ വെച്ചിട്ട് ഇതിൽ തന്നി പിത്തിത്ത് ಬಂದಾಕಿತ್ತು ಅವರು 8 ಸೀಟಿ ಅಡಿಬಟ್ಟರು 8 ಸೀಟಿ ಅಡಿಬಟ್ಟೆ ಮೈ ಅವರು 80% ಕುಕ್ ಆವನು ಫುಲ್ ಕುಕ್ ಆವ ತೀರ ಅದ ಕೂಡ 80% ಕುಕ್ ಆಯಿರು ಬಾಕಿ ಅದು ಫ್ರೈ ಆಗೋದು ಕುಕ್ ಅವರು ಖಾಲಿ ಮಸಾಲ ಮಾತ್ರ ಇದು ಫ್ರೈ ಹೆಂಗೆ ಐತತ್ತಾರೆ ಮೇ ಇಪ್ಪ ಇದು ಇങ്ങനെ ಉದ್ದುದ್ದೈತೆ ಕಟ್ಟಾಕೊಂಡು ಇങ്ങനെ ഒരു സ്റ്റിക്കർ ഷേപ്പിൽ ഉദ്ദുദ്ദൈത് കട്ടാക്കുന്നു നല്ല കട്ടാക്കി വെച്ചിട്ട് ഇതിൽ തന്നി ഞാൻ എടുത്ത് വെച്ചിട്ട് സൂപ്പ് ആകും സൂപ്പിനെ ആക്കൂ അങ്ങനെ തന്നിയെടുത്ത് വെച്ചിട്ട് അങ്ങനെ ഇപ്പം എല്ലാം എടിച്ചിರೋ ഇട്ടിട്ട് നല്ല ಮಿಕ್ಸ್ ಹಾಕೋರು ಕೈಲಾವಟ್ಟು നല്ല ಮಿಕ್ಸ್ ಹಾಕಿದವರು ಹಾಫ್ ಆನ್ ಅವರ್ ಬೇಯ್ಕೊಂಡು ಹಾಫ್ ಆನ್ ಅವರ್ ಬೇಯ್ಕೋರು ಈ ರೆಸಿಪಿ ಚೊಮ್ಮೆ ನಲ್ಲವರು ಸೇಮ್ ರೆಸ್ಟೋರೆಂಟ್ ಸ್ಟೈಲೇ ತಿನ್ನೋಗೆಲ್ಲ അങ്ങനെ ഇത് ഹാഫ് ആൻ അവർ വെച്ചിട്ട് നിങ്ങൾ കോക്കനട്ട് ഓയിൽ യൂസ് ആക്കൂ ഫ്രൈ ആക്കൂ ഉടനെ ನಾನು ಕೋಕೋನಟ್ ಆಯಿಲ್ എടുത്തിട്ട് നല്ല ഫസ്റ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അങ്ങനെ ഉറക്കത്തിലിട്ട് വിടണം ഒരു 2 മിനിറ്റ്സ് ഇങ്ങനെ ഫ്രൈ ആയി കട്ട് അത് പിന്നെ നിങ്ങൾ മീഡിയം ലോ ആക്കിയിട്ട് ഇങ്ങനെ മറിച്ചിടും വേറെ സൈഡ് അങ്ങനെ ഇത് ಫಸ್ಟಿಗೆ ಬೀಫ್ ಎಲ್ಲ നല്ല ಬೆಂದು ತಿಂತಲ್ಲಿ ಇಪ್ಪ ಖಾಲಿ ಫ್ರೈ ಅವರು ಖಾಲಿ ಅದರ ಮಸಾಲ ಮಾತ್ರ ಅದಕ್ಕೆ പിടിച്ചെങ്കിൽ അത്രയേ ഉള്ളൂ അങ്ങനെ ബീഫ് നല്ല കുക്ക് ആയിട്ട് അങ്ങനെ ഇത് രണ്ട് ഓവർ ബാച്ച് ചെയ്ത് നെക്സ്റ്റ് ബാച്ച് ഇടണം പോണ്ടേ പോയിട്ട് നെക്സ്റ്റ് ഇത് മെല്ലായിട്ട് ഇതിങ്ങനെ ഇരിപ്പ അങ്ങനെ ഈ റെസിപ്പി നല്ല ടേസ്റ്റ് ചെയ്ത് വന്നത് ആസ് എ സ്നാക്കും തിന്നോക്ക് നല്ല ഒരിത് അങ്ങനെ നിങ്ങൾ മസ്റ്റ് ട്രൈ ആക്കി നോക്കൂ നിങ്ങൾ അങ്ങനെ ബീഫ് ഫ്രൈ ആക്കി തിന്നിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ആക്കണേ ഓക്കെ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേ.